ഭരണവിരുദ്ധ വികാരമായിരിക്കും കൂടുതലും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാൻ പോവുക. ഇത് ഈ ശ്രീത് പണിക്കരുടെ ഈ നിലപാട്, അതിനോട് താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് മാത്രമല്ല, ആത്മവിശ്വാസത്തോടെയുള്ള പ്രതികരണം ഇതുവരെ മുഖ്യമന്ത്രിയിൽ നിന്ന് പോലും ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അഡ്വക്കേറ്റ് ബി എൻ ഭാസ്കർ. മഞ്ജുഷേ, സ്വാഭാവികമായും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന സർക്കാരിന്റെ നിലവാരത്തെ സംബന്ധിച്ചോ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുകളോ ആയി ഒരു ഘട്ടത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ മാറിയിട്ടില്ല. ഇവിടെ വിഷയം കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരിന്റെ നിലപാടുകളെ സംബന്ധിച്ചും അവരുടെ മതേതരത്വ വിരുദ്ധ നിലപാടുകളെ സംബന്ധിച്ചുമുള്ള ചർച്ചയാണ് ഇന്ത്യ ഒട്ടാകെ നടത്തുന്നത്. അതിൽ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ളത് തീസരി ബാത് മോദി സർക്കാർ ആപ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതെങ്കിൽ ഇന്ന് 200 സീറ്റിലേക്ക് എത്തുന്നതിന് വേണ്ടി BJP വിരല് പിടിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഈ വിദ്വേഷ പ്രസംഗങ്ങൾ തുടർച്ചയായി നരേന്ദ്രമോദിയുടെ വായിൽ നിന്ന് വരുന്നത് എന്നതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷത്തിൽ നിലപാടില്ലാതിരിക്കുകയും ആ നിലപാടുകളെ സംബന്ധിച്ച് ആവർത്തിച്ച് പറയുന്നതിന് അവസരമില്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാപ്പരത്വത്തിലേക്ക് കോൺഗ്രസ് ചെന്നെത്തപ്പെട്ടു. ഉദാഹരണത്തിന് CAA അടക്കം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ സാം പിട്രോഡ അടക്കം പറഞ്ഞു വെച്ചിട്ടുള്ള റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിനെ സംബന്ധിച്ച് ഇൻഹെറിറ്റൻസ് ടാക്സ് ഏർപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചുള്ള നിലപാട് ശ്രീ സാം പിട്രോഡോ പറഞ്ഞപ്പോ സ്വാഭാവികമായും അതിനെ അനുകൂലിക്കുന്നതിന് പോലും കോൺഗ്രസിന് നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ നിലപാടിനെ പോലും ശ്രീ നരേന്ദ്രമോദി വിമർശിക്കുന്നത് കണ്ട് ഭയപ്പാടോടുകൂടി പിന്തിരിഞ്ഞോടുന്ന കോൺഗ്രസിനെയാണ് ഇന്ത്യ ഒട്ടാകെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ബോധ്യമുള്ളത്, ജനങ്ങൾക്ക് ബോധ്യമുള്ളത്, കോൺഗ്രസിന് നിലപാടില്ല. ആ നിലപാടില്ലായ്മ അവരെ തെരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ അവർക്കൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ്. സൂറത്തിൽ നാം ഇപ്പോൾ കണ്ടതാണ്. സൂറത്തിലെ സ്ഥാനാർത്ഥി ഭാര്യ സഹോദരനും പാർട്ട്ണറും അടക്കം പിന്തുണച്ചുകൊണ്ട് നോമിനേഷൻ കൊടുത്തിട്ട് ആ നോമിനേഷൻ കൊടുത്ത ആളുകളെ ഭരണാധികാരിക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നതിന് കഴിയാതെ വരികയും BJP സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യയുടെ തെരഞ്ഞെടുപ്പിന് മുമ്പേ BJP പാളയത്തിലേക്ക് എത്തപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ഇന്ത്യയിൽ കാണുന്നതിലെ സൂറത്ത് ഒരു ഉദാഹരണമായിട്ടാണ്. ഇപ്പൊ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇവിടെ നിന്ന് ജയിച്ചു പോയാൽ അവർ ഉറപ്പായും BJP പാളയത്തിൽ എത്തില്ല എന്നത് സംബന്ധിച്ച് യാതൊരു ഉറപ്പും ഒരു നിലപാടുമില്ലാത്ത സാഹചര്യത്തിൽ അല്ല, കേരളത്തിൽ അങ്ങനെ MP മാരുടെ കൂറുമാറ്റമൊന്നും കണ്ടിട്ടില്ലല്ലോ ശ്രീ ഭാസ്കർ. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ ഒരു വിഷയമായിട്ടോ അല്ലെങ്കിൽ പ്രചാരണമായിട്ടോ വന്നു എന്നതല്ലാതെ ഇപ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്യണോ, CPM-ന് വോട്ട് ചെയ്യണോ, UDF-ന് വോട്ട് ചെയ്യണോ, LDF-ന് വോട്ട് ചെയ്യണോ എന്ന് ചിന്തിച്ച് നിൽക്കുന്നവർക്കിടയിൽ ഈ ഭരണവിരുദ്ധ വികാരം ഒരു ചർച്ചയേ ആവില്ല എന്ന് താങ്കൾ പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. മുമ്പുണ്ടായിട്ടുമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ ഉണ്ടായിട്ടുണ്ട്, ഷോക്ക് ട്രീറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. 2019 അതുണ്ടായിട്ടുണ്ട്, 2004 ഉണ്ടായിട്ടുണ്ട്, ആന്റണി സർക്കാരിനെതിരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞത് കണ്ണടച്ചിട്ട് കാര്യമില്ല. 2019-നേക്കാൾ പ്രതിഫലനം കുറവായിരിക്കുമോ എന്നുള്ളതാണ്. ഇന്ന് MP ഗോവിന്ദൻ പറഞ്ഞൊരു കാര്യം, താങ്കൾ അല്പം വൈകിയത് കൊണ്ടാണ്, ഇന്നാണോ പറഞ്ഞ കഴിഞ്ഞ ദിവസമാണോ എന്നറിയില്ല, അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് 2 സീറ്റ് കിട്ടിയാൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാമെന്നാണ്. അതൊരു പകുതി തമാശയോട് കൂടിയായിരിക്കും അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലേ ആവില്ല എന്ന് പറയുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല, 2019 ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് 2020 തെരഞ്ഞെടുപ്പിൽ വരുന്നത്. 2019 കേരളത്തിൽ ശ്രീ രാഹുൽ ഗാന്ധി അടക്കം വയനാട് ആദ്യമായി മത്സരിക്കുന്ന ഒരു സാഹചര്യം. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ മാസായി ന്യൂനപക്ഷങ്ങൾ UDF-ന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതാണ് 2019 തെരഞ്ഞെടുപ്പ് ഫലം ഇടതുപക്ഷത്തിന് വിരുദ്ധമായി തീർന്നത്. പക്ഷെ 2024 സ്ഥിതി അതല്ല. അന്ന് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലുണ്ടായിരുന്നു. ശബരിമല വലിയ വിഷയമായി വന്നില്ലേ ആ സമയത്ത്? ശബരിമല ഒരു വിഷയം തന്നെയായിരുന്നു. അത് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാണല്ലോ. ശബരിമലയിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാടായിരുന്നു അത്. ശബരിമല ഒരു വിഷയം തന്നെയായിരുന്നു. അതോടൊപ്പം മാസായി UDF-ന് അനുകൂലമായി ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നിന്നൊരു വലിയ മാറ്റം UDF-ലൊപ്പം ചേർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം. അപ്പോൾ 2019 ന്യൂനപക്ഷങ്ങൾ ഒപ്പം ചേർന്ന അതേ സാഹചര്യം 2024 നിലനിൽക്കുന്നു എന്ന് പറയാമല്ലോ. അങ്ങനെ 2024 സാഹചര്യം വളരെ വ്യത്യസ്തമാണ്.
2024 ന്യൂനപക്ഷങ്ങൾ ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് അവരുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകളും അവരുടെ ഇടയിലെ വിലയിരുത്തലുകളും മറ്റൊരർത്ഥത്തിനാണ്. UDFന് അനുകൂലമായി കോൺഗ്രസിന് അനുകൂലമായി ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്താൽ അവർ പാർലമെന്റിൽ എത്തുമ്പോൾ ആ 5 കൊല്ലവും UDF പാളയത്തിൽ ഉണ്ടാകുമോ എന്ന ആശങ്ക ന്യൂനപക്ഷങ്ങൾക്കിടയിലുണ്ട്. നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ CAA അടക്കം CAA ഒരു നിയമം പാസാക്കി അതിപ്പോ നടപ്പിലായി എന്നുള്ളത് ഒരു വസ്തുത തന്നെയാണ്. പക്ഷെ ആ നിയമത്തിന്റെ ഒരു പ്രശ്നം മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്നു എന്നിടത്താണ് ഇന്ത്യ ഇന്നുവരെ സ്വീകരിച്ച മതേതര നിലപാടുകളുടെ അല്ലല്ല, ഈ ലംഘനമായി CAA-ക്കെതിരെ നിലപാട് സ്വീകരിച്ചവരും CPM-ന് തന്നെ ഇവർ വന്ന് വോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് അങ്ങോട്ട് വരും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ഇവർ CPM LDF-ന് തന്നെ എങ്ങനെ വോട്ട് ചെയ്യും? ഭരണവിരുദ്ധ വികാരം അവിടെ അവർ ചർച്ചയാക്കില്ലേ അല്ലെങ്കിൽ കണക്കിലെടുക്കുകയില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചത്. ശ്രീ പണിക്കർ